തന്നെയാണ് വിജയ് രേഖപ്പെടുത്തിയത്. നമുക്ക് പത്തനംതിട്ടയിൽ നിന്ന് ജയപ്രകാശ് കൂടി ചേരുകയാണ്. ജയപ്രകാശ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, നമസ്കാരം. വെരി വെരി ഗുഡ് മോർണിംഗ് അമല, വിഷ്ണുപ്രിയ. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ സംസാരിച്ച വിഷയം കേട്ടല്ലോ ജയപ്രകാശ്, എന്ത് തോന്നുന്നു? പ്രായത്തിനിടയിൽ അങ്ങനെ ഒരു ഒറ്റപ്പെടലുണ്ടോ? ഓ, വളരെ പ്രസക്തമായ വിഷയമാണ്. ഈ ഒറ്റപ്പെടലിൽ പലതും നമ്മൾ കാണുന്നത് ഇങ്ങനെ അറിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒറ്റപ്പെടല് അവർക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നത് എപ്പോഴാണെന്നൂടെ മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കും എല്ലാവരും അടുത്തുള്ളപ്പോഴേ, വീട്ടിലുള്ളപ്പം അവർ ഒറ്റപ്പെടുന്നില്ല എന്ന്. പക്ഷെ ചില വീടുകളിലൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പൊ അല്പം മുമ്പ് അവര് സംസാരിച്ച പോലെ വീട്ടിലെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പം അവരെയും കൂടി ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് അതായത് അവരെയും മിങ്കിൾ ചെയ്യിപ്പിക്കുക എന്നുള്ള ആ ഒരു രീതി ചിലർക്ക് കാണാറില്ല എന്നെനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അവരെ എവിടെയെങ്കിലും ഒരു മുറിയിലോ ഒരു കോണിലോ ആക്കിയിട്ട് അവിടെ അവർ കഴിവതും വരാതിരിക്കുക, അമ്മയ്ക്ക് വയ്യ അല്ലെങ്കിൽ അച്ഛനെ വയ്യ എന്ന് പറഞ്ഞ് ഒരു നിസ്സാരവൽക്കരിച്ച് തള്ളുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ ഇവരെ അവിടെയൊക്കെ കൊണ്ടുവരുന്നില്ലെങ്കിലും അവരുടെ അടുത്ത് പോയിരുന്ന് ഇവരെ ഗസ്റ്റിനെ കൂട്ടിക്കൊണ്ടുപോയി സംസാരിക്കുക, അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള ഒറ്റപ്പെടലിൽ നിന്ന് മാറ്റി എടുക്കുക, അതൊക്കെ ഉള്ളൂ. വീടിനകത്ത് തന്നെ ഒറ്റപ്പെടലുണ്ടെന്ന് എന്റെ അഭിപ്രായം. പിന്നെ അതുകൂടാതെ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഓൾഡ് ഏജ് ഹോമിലൊക്കെ കൊണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെയാണെന്ന് തോന്നുന്നു, അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് ഒരു കണക്കിന് ഓൾഡ് ഏജ് ഹോം ഒക്കെ ഉള്ളത് നല്ലതാണെന്ന് തന്നെ പറയാം എന്റെ അഭിപ്രായത്തിൽ. ഇന്നലെ കണ്ടു എന്ന് പറയുന്നു, വിജയ് വാർത്തയിൽ കണ്ടു എന്ന് പറയുന്ന സംഭവം തന്നെ വഴിയിൽ ഉപേക്ഷിച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യം, അതിനേക്കാൾ എത്രയോ മെച്ചമാണ് ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കുന്നത്, അവിടെ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഒരുക്കുന്നത്. അതെ അതെ, അത് തന്നെയാണ് ഞാനും പറയാൻ വന്നത്. കാരണം ഈ ഓൾഡ് ഏജ് ഹോമില് നമുക്ക് ഒരു പണം നിശ്ചിത തുക കൊടുക്കേണ്ടി വരുമായിരിക്കാം. ഒരു പക്ഷേ അവര് സംസാരിച്ച പോലെ തന്നെ ഈ മതം തിരിച്ചിപ്പം മുസ്ലിങ്ങളിൽ ഇല്ല, ഹിന്ദുക്കളിലുണ്ട് എന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല പറയേണ്ടത്. ശരിക്കും നമുക്കൊരു ഫിക്സ്ഡ് ഡിപ്പോസിറ്റോ ഒരു പണമോ അവിടെ എത്തിക്കാനുള്ള ആ ഒരു ശേഷിയുള്ള കുടുംബങ്ങൾ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അതൊരു ചെറിയ, അങ്ങനെയല്ല. അപ്പൊ വീട്ടിലാകുമ്പോൾ എല്ലാവരുടെയും കൂടെ ചിലവൊക്കെ കഴിഞ്ഞു പോകും. പക്ഷെ വേറെ അടുത്ത് കൊണ്ടുവിടുമ്പോൾ ഒരു ഫിക്സ്ഡ് അവർക്ക് ഒരു പണം അവിടെ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പം അതായിരിക്കാം ഒരു പക്ഷേ ഈ ഹിന്ദു കുടുംബങ്ങളിലൊക്കെ അവർ പേരെടുത്ത് പറയുന്നത്. അങ്ങനെയല്ല, പൊതുവെ പറഞ്ഞാല് അതാണ്. നമുക്ക് സാമ്പത്തിക ഒരു കാര്യമാണ്. ഇപ്പം അമേരിക്കയിലൊക്കെ നമുക്കറിയാം, ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ്. പല വീടുകളും അടഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെയുള്ള അപ്പനോ അമ്മയൊക്കെ മരിച്ചു പോയോ, ആരും ഇല്ലേ. കുട്ടികളൊക്കെ ഒരുപക്ഷെ നമുക്കറിയാം അതൊക്കെ വിദേശത്ത് പോയി, അമേരിക്കയിലായിരിക്കും, കാനഡയിലായിരിക്കും, ജർമ്മനിയിലായിരിക്കും. അത് ചിലപ്പോൾ അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തിട്ട് താമസിക്കായിരിക്കും. ഇവരെ എന്ത് ചെയ്താൽ വിളിച്ചാൽ അവരവിടെ നിൽക്കത്തില്ല, വെളിയിൽ വിദേശത്ത് പോയി നിൽക്കില്ല. അതിന് നമുക്കറിയാമല്ലോ, ജീവിച്ചു വന്ന ചുറ്റുപാടിൽ നിന്ന് മാറാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. ഒരു പക്ഷെ രണ്ടുപേരും ഉണ്ടെങ്കിൽ പോലും രണ്ടുപേരും ഒന്നിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ പോലും അത് കേൾക്കാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അവര് കുറച്ചു നാൾ അവിടെ പോയി നിന്നിട്ട് പെട്ടെന്ന് ഒടുങ്ങി പോരും. അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇവർക്ക് വൈകാരികൂടെ ആർക്കെങ്കിലും ഒരാൾക്ക് വരുമ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, വിദേശത്തുള്ളവർ ചിന്തിക്കും അവര് ഇതുപോലെ ഒരു ഓൾഡ് ഏജ് ഹോമിലാക്കിയാൽ എന്തായാലും പണം അവർക്കൊരു വിഷയമായിരുന്നല്ലോ. അപ്പൊ പിന്നെ അതെ, ജയപ്രകാശ് പറഞ്ഞ പോലെ തന്നെ ഈ ഒറ്റപ്പെടിയിൽ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മാത്രമല്ല, ചിലപ്പോൾ ഒത്തിരി പേര് വീട്ടിലുണ്ടെങ്കിൽ പോലും ഈ ഒരു ഒറ്റപ്പെടിയിൽ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് മലയാളികളോട് നമ്മൾ സുഖമല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് സുഖമല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? സുഖമാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ പേര്. അതുകൊണ്ട് തന്നെ ഈ ഒറ്റപ്പെടിയിലുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ, ജയപ്രകാശ്? അതെ അതെ, വീടുകളിലെ കാര്യമാണോ ഉദ്ദേശിച്ചത്? വീടുകളിലാണെങ്കിൽ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ നോക്കുന്ന സമയത്തൊക്കെ സ്ഥിരം ഇടപെടുന്ന ആൾക്കാരിലൊക്കെ ഒറ്റപ്പെടിയിലുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അതെ അതെ, ഞങ്ങളുടെ ഫാമിലിയുടെ ജീവിതത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ എന്റെ അമ്മ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഒറ്റപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായത്. പിന്നെ പുള്ളിക്കാരുടെ സ്വഭാവം വെച്ചിട്ട് അമ്മ അയൽപക്കത്തൊക്കെ പോവുകയും അങ്ങോട്ടില്ല, ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഇടയ്ക്ക് പോയി അതിനകത്ത് വിശേഷം അത് ചോദിച്ചു കയറി ഇറങ്ങുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു എന്ന കൂട്ട്. പക്ഷെ ഞങ്ങള് മുംബൈയിൽ പോയി സ്ഥിരതാമസമാക്കി തുടങ്ങിയപ്പോ ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അമ്മയും കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ കൂട്ടത്തിലായിരുന്നു അവസാനം വരെ, മരിക്കുന്നത് വരെ. പക്ഷെ ആ ഒരു ഒറ്റപ്പെടൽ തീർച്ചയായിട്ടും അവരത് സ്വയം മാറ്റിയെടുക്കുന്നവരുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് സാധിച്ചെന്ന് വരില്ല. പിന്നെ ചിലർക്ക് നമ്മൾ ചെന്ന് കയറുക അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ശല്യം പോലെ തോന്നുക എന്നൊക്കെ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവില്ല. ഇപ്പൊ വീട്ടുകാർക്ക് നാണക്കേടാണെന്നുള്ള രീതിയിൽ അങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത് എന്നൊക്കെയാണല്ലോ. ഇപ്പൊ പ്രത്യേകിച്ച് നമുക്കറിയാം, വീട് വെച്ച് താമസിക്കുന്ന ഫ്ലാറ്റ് ആണെങ്കിൽ പോലും
മറ്റ് വീടുകളിലോട്ടൊക്കെ കയറി പോകുന്നതൊക്കെ വളരെ ചുരുക്കമാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പോലും വിളിച്ചാൽ പോലും വളരെ പ്രയാസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ. അപ്പം അതിരിക്കട്ടെ, എന്തായാലും ഈ വീടുകളിലെ ഒറ്റപ്പെടലിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ അങ്ങനെയുള്ള ഇത് വരാതിരിക്കാന് വീട്ടില് ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. കുട്ടികളാരും ഇല്ല, എല്ലാവരും വിദേശത്തോ അല്ലെ പഠിക്കാൻ പോയിരിക്കുന്നു എന്തെങ്കിലും ആട്ടെ. അപ്പൊ അതിന് സൊല്യൂഷൻ മറ്റൊന്നുമില്ല. അതുപോലെ അവർക്കും കൂടി അവരെ കൂടി കൺവിൻസ് ചെയ്തുകൊണ്ട് ഒരു നല്ല കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് കുട്ടികൾ തന്നെ കൊടുക്കണം. വേറെ ആൾ വന്ന് പറഞ്ഞാൽ ശരിയായില്ല. അതിനോടൊപ്പം തന്നെ അവരെ വിശ്വസിക്കാവുന്ന രീതിയിൽ ഒരാൾ വന്ന് കൗൺസിലിംഗ് കൊടുത്താൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇന്നൊരു സ്ഥലത്ത് അമ്മ താമസിക്കുക, അവിടുത്തെ ഇൻഫ്ലുവൻസ് കിട്ടും. എല്ലാവരും വെളിയിലൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കേണ്ടതല്ലേ. അപ്പൊ എന്താ അതിലും നല്ല അവിടെ തന്നെ എല്ലാ എന്റർടൈൻമെന്റും ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ സോഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റിയ. പിന്നെ വേറൊരു സൊല്യൂഷൻ ഞാൻ എന്റേതായിട്ടുള്ള ഇത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കാരണം ഇവിടുത്തെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇവർക്ക് വീട്ടിലിരുന്ന് തന്നെ രണ്ടുപേരുണ്ടെങ്കിൽ പോലും പ്രായമായവര് അവര് കൂട്ടെന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് ഒറ്റപ്പെടൽ സെപ്പറേറ്റ് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബോറിംഗ് ചെയ്യാം. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുക, അതന്നെ വൃത്തിയുള്ളൂ. ദൂരെ എങ്ങോട്ട് പോകാൻ ഒക്കത്തില്ല. അടുത്തുള്ള സ്ഥലങ്ങളില് നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മള് പിന്നെ മറ്റു സ്റ്റേറ്റുകളിൽ കാണാറുണ്ട്, ഈ അടുത്തടുത്ത് ഈ പാർക്ക് സംവിധാനങ്ങളുണ്ട്. അപ്പം പ്രായമായവർക്ക് പോയിരുന്ന് തണല് വെട്ടിയിരിക്കാനുള്ള ഒരു സൗകര്യം വിശാലമായ സ്ഥലത്ത് കൂടുതൽ പേരെ കാണാനും അവരതിലെ പോകുന്ന അവര് നടക്കുന്നതൊക്കെ കാണാനും കുട്ടികളുടെ കളിയൊക്കെ കാണാനും ഇതെല്ലാം ചേർന്ന സംഭവങ്ങൾ നമ്മുടെ ഇവിടെ ചുരുക്കമാണ്, ഇല്ല എന്ന് തന്നെ പറയാം. ഇത് പഞ്ചായത്ത് തലത്തില് നമ്മുടെ സർക്കാർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. സ്ഥലങ്ങളൊക്കെ കിടപ്പുണ്ട്, അതൊക്കെ നല്ല നാളേക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ജനറേഷന് വേണ്ടിയിട്ട്, നമ്മുടെ വയോധികർക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അവരോട് പോയി നടന്നാണെങ്കിലും അവിടെ പടികുത്തിയാണെങ്കിൽ പോലും അടുത്തുള്ള സ്ഥലങ്ങളിൽ ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ പോയിരിക്കാം. അപ്പൊ അത് ധാരാളം നമ്മൾ എത്രയോ ആവശ്യത്തിന് പണം ചെലവാക്കുന്നു, സർക്കാരുകൾ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ എന്ന് നോക്കുന്നു. എന്നാൽ ഇതും കൂടി ആലോചിച്ചാൽ അത് വലിയ ഒരു അനുഗ്രഹമായിരിക്കും. നല്ലൊരു ആശയം തന്നെയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് ജയപ്രകാശ്. കുറച്ചധികം പേര് നമ്മളോട് പല പല കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞു തന്നു. എന്തായാലും സൊല്യൂഷൻസ് പറയുക. അതെ അതെ, നല്ല നല്ല ആശയങ്ങളാണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഇങ്ങനെയുള്ള എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കളിച്ചിരികൾ കാണാൻ പറ്റുന്ന സംവിധാനങ്ങൾ വളരെ കുറവാണ്. ഞാൻ ഇടുക്കിയിലേക്കൊക്കെ പോയ ആലോചിച്ച സമയത്ത് അവിടെ ഒരു പാർക്കുണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു.